നാളെ വിഷു. വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും അവസാനവട്ട ഒരുക്കത്തിലാണ്. കണിയൊരുക്കി വിഷു കൈനീട്ടം വാങ്ങി പുതുവർഷത്തെ വരവേറ്റ് നാളെ നാട് വിഷു ആഘോഷിക്കും. ശ്രീകൃഷ്ണ പ്രതിമയ്ക്ക് മുന്നിൽ വിവിധ തരത്തിലുള്ള പഴങ്ങളും ഉണക്കലരി, നാണയം, പുതിയ വസ്ത്രം, സ്വർണം എന്നിവ അമ്മമാർ പ്രത്യേകം താലത്തിലൊരുക്കി കണിവയ്ക്കും. പുലർച്ചെ മുതിർന്നവർ കുട്ടികളെ വിളിച്ചുണർത്തി കണി കാണിക്കും. തുടർന്ന് മുതിർന്നവർ എല്ലാവർക്കും കൈനീട്ടം നൽകിയാണ് വിഷുദിന ആഘോഷം നടത്തുന്നത്. പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വീടുകളിൽ കണിയൊരുക്കുന്നവർ കണിക്കൊന്നയും കണിവെള്ളരിയുമടക്കം സാധന സാമഗ്രികൾ വാങ്ങുന്ന തിരക്കിലാണ്. നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിപണിയിൽ എത്തിക്കഴിഞ്ഞു. കണിവെള്ളരിക്കും കണിക്കൊന്ന പൂക്കൾക്കുമാണ് ഏറെയും ആവശ്യക്കാരുള്ളത്. നാടുനീളെ കൊന്നപ്പൂ എത്തിയിട്ടുള്ളതിനാൽ കണിക്കൊന്ന പൂക്കൾക്ക് ക്ഷാമമുണ്ടാകില്ല എന്നാണ് കരുതുന്നത്. പ്ലാസ്റ്റിക് പൂക്കൾ വിപണിയിലുണ്ടെങ്കിലും ആവശ്യക്കാർ കുറവാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നാണ് കണിവെള്ളരി ധാരാളമായി എത്തിയിരിക്കുന്നത്. മാങ്ങ, ചക്ക, ചെറിയ മത്തങ്ങ എന്നിവയും വിപണിയിൽ ലഭ്യമാണ്. പടക്ക വിപണിയും സജീവമാണ്. തുണിക്കടകളിലും തിരക്ക് അനുഭവപ്പെടുന്നു. കൊന്നപ്പൂക്കളുടെ പ്രിന്റുള്ള വസ്ത്രങ്ങളാണ് ട്രെൻഡിംഗ്. കണിവെക്കാനുള്ള കൃഷ്ണവിഗ്രഹങ്ങളുടെ വിൽപ്പനയും മുന്നേറുകയാണ്. ഉണ്ണിക്കണ്ണന്റെ ഓമനത്തം തുളുമ്പുന്ന മുഖത്തോടെ പല വലുപ്പത്തിലുള്ള വിഗ്രഹങ്ങളാണ് എത്തിയിരിക്കുന്നത്.